പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമായിരിക്കുന്നു. എല്ലാവരും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിൽ എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളാണ്. ആമേൻ. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് ആമേൻ പടിവാതിക്കൽ കിടക്കുന്ന ഒരു മുടന്തനായ, ജന്മനാൽ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമുണ്ട്. അവരവിടെ ചെന്നപ്പോൾ അവനെ ഉറ്റുനോക്കി. അവൻ ആമേൻ ഹല്ലേലൂയ എഴുന്നേറ്റ് തുള്ളിച്ചാടി ആമേൻ നടന്നു എന്നാണ് വചനം പറയുന്നത്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പത്രോസും യോഹന്നാനും ആ ദേവാലയത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാണ് അവരോട് കൈനീട്ടുകയോ യാചിക്കുകയോ ചെയ്ത് കാണും. ഹല്ലേലൂയ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വെള്ളിയോ പൊന്നോ ഒന്നുമില്ല തരുവാൻ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ സകല രോഗങ്ങളും സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ സകലതും സാധ്യമാകും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ നോക്കണം, ആമേൻ, ജന്മനാ മുടന്തനായി അമ്മയുടെ ആമേൻ ഹല്ലേലൂയ ഉദരത്തിൽ വസിക്കുമ്പോൾ തന്നെ അവൻ അംഗവൈകല്യത്തോടെയാണ് ഇരുന്നത്. അവൻ പുറത്തു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ കരം ആമേൻ ഹല്ലേലൂയ അവൻ്റെ മേൽ ചലിക്കുവാൻ തുടങ്ങി. ആ ശബ്ദം അവൻ്റെ കാതുകളിലേക്ക് ചെല്ലുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിടുതലുകൾ സംഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നീ എത്ര ഭാരപ്പെടുന്ന വിഷയമാണെങ്കിലും കർത്താവിന് പരിഹരിക്കുവാൻ പറ്റും. നീ എത്ര വിഷമിക്കുന്ന വിഷയമാണെങ്കിലും കർത്താവിന് പരിഹരിക്കുവാൻ പറ്റും. ഇവിടെ പറയുന്ന ഒറ്റ കാര്യമാണ്, ഞങ്ങൾക്ക് വെള്ളിയോ പൊന്നോ ഒന്നും തരാനില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് തരാനുള്ളത് ക്രിസ്തുവിനെ മാത്രമാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് ക്രിസ്തുവിനെ നിങ്ങൾക്ക് തരുവാൻ പറ്റും, എന്നിലൂടെ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പകർന്നു തരുവാൻ പറ്റും എന്നെത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ നിലകളിൽ കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ സകല മുഴങ്കാലുകളും മടങ്ങും. അവൻ്റെ നാമത്തിൻ്റെ മേൽ വേറൊരു നാമമില്ല. സകല മുഴങ്കാലുകളും മടക്കുന്ന നാമം സർവശക്തനായ യേശുവിൻ്റെ നാമമാണ്. ഇവിടെ നോക്കണം, സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ വർഷങ്ങളായി ഭിക്ഷയെടുക്കുന്ന, വർഷങ്ങളായി ആൾക്കാരുടെ മുന്നിൽ യാചിക്കുന്ന ഒരുവനെ ആമേൻ ഹല്ലേലൂയ അഭിഷിക്തന്മാർ പറയുന്ന പദത്തിനകത്ത് നിന്നും ശക്തി പുറപ്പെട്ട് അവൻ പുറത്തു വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതോറിറ്റിയിൽ നിന്നും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ദൈവിക അധികാരത്തിൽ നിന്നും നിങ്ങൾ പറയണം. രോഗികളെ കണ്ടാൽ പറയണം സൗഖ്യമാകുക. ആമേൻ. ബദ്ധന്മാരെ കണ്ടാൽ പറയണം വിടുവിക്കുക. ആമേൻ. വിട്ടു പുറത്തു പോകുവാൻ പറയണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനിടയാകും. ഇവിടെ നോക്കണം, ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ്, ഇതുവരെ അവൻ ദേവാലയത്തിന് പടിവാതിക്കൽ നിന്നാണ് അവൻ ഭിക്ഷ യാചിച്ചെങ്കിൽ അവൻ അകത്തു കയറുവാൻ, യേശുവിനെ നീ അറിഞ്ഞാൽ സ്വർഗരാജ്യത്തിന് അകത്തു കയറുവാൻ പറ്റും. യേശു പറയുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ നീ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. അവൻ ദേവാലയത്തിനകത്തേക്ക് അവൻ ഓടിക്കയറുകയാണ്. വർഷങ്ങളായി കയറാത്ത ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഈ രോഗത്തിൻ്റെ അവസ്ഥകളെ മാറ്റി അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് കുതിച്ചെഴുന്നേറ്റ് ദേവാലയത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. വർഷങ്ങളായി നിങ്ങളെ പിടിമുറുക്കുന്ന, വർഷങ്ങളായി നിങ്ങളെ വേദനിപ്പിക്കുന്ന, വർഷങ്ങളായി നിങ്ങളെ തടങ്കിലാക്കി വെച്ചിരിക്കുന്ന ആ കെട്ടുകളെ പൊട്ടിച്ച് ക്രിസ്തു എന്ന നാമം നിങ്ങളിലേക്ക് വരുമ്പോൾ, ക്രിസ്തു എന്ന സർവശക്തനായ ദൈവം നിങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും. മക്കളെ, ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, നിങ്ങളൊന്ന് ആമേൻ പറയാൻ തയ്യാറാണ്? ഈ ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഈ ദൈവത്തെ ഒന്ന് ആമേൻ അനുസരിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്നൊരു ദൈവം. നിങ്ങൾ ആമേൻ ഹല്ലേലൂയ പഴയതുപോലെയല്ല. നിങ്ങൾ പിന്നെ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ അത്ഭുതങ്ങളിലൂടെ ആയിരിക്കും നടക്കുന്നത്. പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള കൃപ, ആ ദൈവിക ശക്തി നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. ഇതുപോലെ കുതിച്ചുയർന്ന്
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പുതപ്പിലേക്ക് കയറുവാൻ എത്ര പേരാ ആഗ്രഹിക്കുന്നു. അവർ ഈ വചനത്തെ, ഈ ദൈവിക ശബ്ദത്തെ അവർ ഏറ്റെടുത്ത് നിത്യമായ രക്ഷയിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.